നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വിഭവമാണിത്. എന്നാൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ? ആവശ്യമുള്ള സാധനങ്ങൾ: ഏത്തക്ക ആണ് വേണ്ടത്. അധികം പഴുക്കാത്ത ഏത്തക്കയാണ് വേണ്ടത്. ഉള്ളിലെ ഫില്ലിങ്ങിന് തേങ്ങ വേണം, പഞ്ചസാര, ഏലക്ക, മുട്ട, പിന്നെ അതിൻ്റെ അകത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി കഷ്നട്ടും കിസ്മിസും വേണം. നമുക്ക് ഇനി ഇത് ഉണ്ടാക്കി നോക്കിയാലോ? ഉന്നക്കയുടെ പഴം എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം പഴുത്ത തുടങ്ങിയ ഈ ഒരു പരുവത്തിലുള്ള പഴം വേണം എടുക്കാൻ. അപ്പോൾ അത് നമുക്ക് തലയും വാലും കളഞ്ഞ് രണ്ടായി മുറിച്ച് ജസ്റ്റ് അതിൻ്റെ ഇടയിലൊന്ന് ഇങ്ങനെയൊന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി വെച്ച് പുഴുങ്ങിയെടുക്കാം. നമുക്കിത് ആവി വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഈ പഴം ഇനി ഇത് ആവിയിൽ ഇരുന്നൊന്ന് വേവട്ടെ. പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിന് വേണ്ട കാഷ്യൂനട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് നുറുക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ അരകല്ലാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കല്ല് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് ക്രഷായി കിട്ടും. ഒരുപാടങ്ങ് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് കിട്ടിയാൽ മതി. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ലേശം നെയ്യ് ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മളുടെ കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണേ. ഈ ഒരു പരുമ്പാകുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് കോരി മാറ്റാം. തേങ്ങ ഒന്ന് വാടി വരുമ്പം അതിൻ്റെ ജലാംശം ഇങ്ങനെ ആവിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് തേങ്ങയെല്ലാം ഒന്ന് അതിൽ കുഴഞ്ഞു വരുന്ന ഈ പരുവത്തിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ മുട്ട ചിക്കി ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് ചിക്കി ഈ തേങ്ങയായിട്ട് ഈ മുട്ട നന്നായിട്ട് മിക്സ് ആക്കും. നമുക്ക് ചവച്ച് വെച്ചിരിക്കുന്ന 2 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി നമ്മുടെ ഉന്നക്കായയുടെ ഫില്ലിങ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഏത്തക്കയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന്ന് നാരും കുരുവും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം. കുരു കളയുന്നത് നടുവേ ഒന്ന് കീറി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുരു എളുപ്പത്തിന് എടുത്ത് കളയാൻ പറ്റും. ഇങ്ങനെ കത്തി കൊണ്ട് നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. കണ്ടോ, നന്നായിട്ട് നാര് ഇങ്ങനെ കളയാൻ പറ്റും. കണ്ടോ, ഇതുപോലെ എടുത്ത് നമുക്ക് ക്ലീനാക്കി കളയാം. ഞാൻ ബാക്കി കൂടി ഒന്ന് എടുക്കട്ടെ. നമ്മൾ കുരുവും അതിൻ്റെ നാരും എല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം.
നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഉണ്ടാക്കിയപ്പം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫില്ലിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും കാഷ്യൂനട്ടും കിസ്മിസും എത്തുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച ഏത്തപ്പഴം നന്നായി കുഴച്ച് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മളുടെ കയ്യിലേക്ക് സ്വല്പം നെയ്യ് തടവിയ ശേഷം ചെറിയ ഉരുളയായിട്ടെടുക്കാം. നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് തടവുന്നത്. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ചെറിയ ഒരു നീളത്തിലേക്ക് എടുക്കാം. നടുഭാഗത്ത് ചെറിയൊരു കുഴി വരുന്ന പോലെ ആക്കാം. അതിൻ്റെ നടുവിലേക്ക് നമ്മളുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് ഇതൊന്ന് ബൈൻഡ് ചെയ്ത് ഉന്നക്കയുടെ ഷേപ്പിലേക്ക് നമുക്കൊന്നതിനെ ഉരുട്ടി എടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ബോൾ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു ഉന്നക്കയുടെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പഴം അധികം പഴുക്കാൻ പാടില്ല. പഴം അധികം പഴുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. നമുക്കിനി ഇതൊന്ന് വറുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് 3 സൈഡും ഒന്ന് ബ്രൗൺ നിറം ആവുന്നവരെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് മെല്ലെ തിരിച്ചിട്ട്, ഓയിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തിരിക്കാം. നമ്മൾ ഓയിൽ കുറച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോ സൈഡ് ആവുന്നതനുസരിച്ചും തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം. നമ്മുടെ ഉന്നക്കായ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, ഉണ്ടോ? അതും കണ്ടോ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയുണ്ട്. എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ.